വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പ്രിയ ജ്ഞാനായ ജനമേ, എൻ്റെ പേര് ജോസഫ് വെള്ളാപ്പള്ളിക്കുഴിയിൽ. ഒരിക്കൽ ഇതിനു മുമ്പ് ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. പെർത്തിൽ ജ്ഞാനായ ജനതയ്ക്ക് വേണ്ടി ഇൻഫൻറ്റ് ജീസസ് ജ്ഞാനായ കാത്തലിക് മിഷൻ ആരംഭിച്ചിട്ട് മിഷനെ സംബന്ധിച്ച് പുതിയൊരു ചുവടുവയ്പ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ഇടവകയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് തന്നെയാണ് വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. അഭിവന്ധ്യ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെ വീഡിയോ സന്ദേശത്തിലൂടെ അടുത്ത ഞായറാഴ്ച ജ്ഞാനായ മിഷനിൽ വിശ്വാസ പരിശീലനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു ഇടവകയെ സംബന്ധിച്ച് വിശ്വാസ പരിശീലനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വിശ്വാസം കൈമാറ്റം ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് ജ്ഞാനായ സമുദായത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ വിശ്വാസ പരിശീലനത്തിലൂടെയാണ് വിശ്വാസത്തെയും അതുപോലെ നമ്മുടെ പൈതൃകങ്ങളെയും ഈ പൈതൃകങ്ങളിലെ ഈ ആചാരാനുഷ്ഠാനങ്ങളിലെ ദൈവികതയെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത്തരണത്തിൽ നോക്കുമ്പോൾ അടുത്ത ഞായറാഴ്ചയോടുകൂടി ജ്ഞാനായ മിഷൻ ഒരു വലിയ ചുവടുവയ്പ്പാണ് നടത്തുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരെയും ജ്ഞാനായ മിഷനിലേക്കും വിശ്വാസ പരിശീലനത്തിലേക്കും ക്ഷണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കുട്ടികൾ കുറവുള്ളത് കൊണ്ടല്ല ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവകാശമാണ് നമ്മുടെ സമുദായത്തെയും നമ്മുടെ വിശ്വാസത്തെയും അറിയുക എന്നുള്ളത്. അതുപോലെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് വിശ്വാസം പരിശീലിപ്പിക്കുക എന്നുള്ളതും സമുദായത്തിൻ്റെ ആചാരങ്ങളെയും പൈതൃകത്തെയും അതിൻ്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും. ഇപ്പോൾ തന്നെ നമുക്ക് 65 കുഞ്ഞുങ്ങളാണ് വിശ്വാസ പരിശീലനത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ പ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു 50ഓളം കുഞ്ഞുങ്ങളും ഈ മിഷനിലുണ്ട് എന്നുള്ളത് ജ്ഞാനായ സമുദായത്തിൻ്റെ ഇനിയുള്ള വളർച്ച വിദേശ രാജ്യങ്ങളിലാണ് എന്നുള്ളത് തന്നെയാണ്. അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. നാട്ടിലെ 500ഉം 600ഉം ഇടവകാംഗങ്ങളുള്ള നമ്മുടെ പല ഇടവകകളിലും 100ഉം 120ഉം കുഞ്ഞുങ്ങൾ മാത്രമേ വേദപാഠം പഠിക്കുന്നുള്ളൂ എന്നറിയുമ്പോഴാണ് ജ്ഞാനായ സമുദായത്തിൻ്റെ ഇനിയുള്ള ഭാവി എന്നുള്ളത് വിദേശ രാജ്യങ്ങളിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നാം ഒരൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടേണ്ട സമയം ആഗതമായിരിക്കുകയാണ്. നമ്മുടെ അൾത്താരയോട് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് വളർത്തുമ്പോഴാണ് വിശ്വാസവും അതുപോലെ ജ്ഞാനായ പൈതൃകങ്ങളും നമുക്ക് പൂർണ്ണതരത്തിൽ അവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളോടെല്ലാവരോടും സംസാരിക്കണമെന്നും നിങ്ങളെ നേരിൽ കാണണമെന്നുമുള്ള ആഗ്രഹം എനിക്കുണ്ട്. എങ്കിലും നിലവിലെ നമ്മുടെ സാഹചര്യങ്ങളിൽ എനിക്കുള്ള സാധ്യത ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മിഷൻ്റെ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനായ സമുദായത്തിൻ്റെ വളർച്ച എന്നുള്ളത് വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ മിഷനിലൂടെയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സമയമായിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള കിംവദന്തികളും പ്രചരണങ്ങളിലും ഒക്കെ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നെനിക്കറിയാം. ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഈ മിഷൻ്റെ പ്രയോജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. ഇതിലൂടെയാണ് ഇനി നമ്മുടെ സമുദായം വളരേണ്ടത് എന്ന സത്യത്തെ നമുക്ക് ഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലെ ഒരുമയും സാഹോദര്യവും സ്നേഹവുമാണ് വരും തലമുറ മാതൃകയാക്കേണ്ടത്. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല മാതൃകയും അതാണ്. നാം വിഭജിച്ച് നിൽക്കേണ്ടവരോ പരസ്പരം കലഹിക്കേണ്ടവരോ അല്ല. ഒരുമിച്ച് ചേർന്ന് ഒരേ അൾത്താരയ്ക്ക് ചുറ്റും കൂടി നിന്ന് ദൈവത്തിന് മഹത്വം നൽകേണ്ടവരും നമ്മുടെ സമൂഹത്തെ കൈകോർത്ത് പിടിച്ച് വളർത്തേണ്ടവരുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദപാഠം ആരംഭിക്കുന്നത് ഫെബ്രുവരി 9 ഞായറാഴ്ച തോൺലി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ വെച്ച് തന്നെയാണ്.
എല്ലാ ഞായറാഴ്ചയും 4:10 ആരംഭിക്കുന്ന വിശ്വാസ പരിശീലനം. അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി ഓരോ 15 മിനിറ്റ് നേരവും നമ്മുടെ യുവജനങ്ങൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാനയെയും അതിൻ്റെ പ്രതീകങ്ങളെയും അതിൻ്റെ അർത്ഥങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു വർഷക്കാലം കൊണ്ട് വിശ്വാസ പരിശീലനത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാനയോട് അടുപ്പിക്കുക എന്നത് ഈ ഒരു വർഷത്തിൻ്റെ ലക്ഷ്യമായി തന്നെ ഈ മിഷൻ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച 2-ാം തീയതി ഈ ഒരു വർഷത്തെ തീമായിട്ട് വിശുദ്ധ കുർബാന എന്നതിനെ നമ്മൾ എടുത്തിരിക്കുന്നതും അത് പ്രകാശനം ചെയ്തിരിക്കുന്നതും. പലതരത്തിലുമുള്ള പ്രചരണങ്ങളും വാർത്തകളും ഈ മിഷനെക്കുറിച്ച് ഇതിനോടകം നിങ്ങളുടെ എല്ലാവരുടെയും ഇടയിലൂടെ പരക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഏറെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ചെറിയ ചെറിയ കള്ളങ്ങളും നുണകളുമൊക്കെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. അത് വലിയ വലിയ നുണകളിലേക്കും വലിയ ആരോപണങ്ങളിലേക്കും കടന്നു വരുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്നവരെയും അത് വേദനിപ്പിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ പ്രചരണങ്ങൾ നടത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർ ആ പ്രചരണങ്ങളിലൂടെ അവർ സന്തോഷം കണ്ടെത്തട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കാനാണ് താല്പര്യപ്പെടുന്നവർ ഉണ്ട് എങ്കിൽ അവർ അങ്ങനെ വിശ്വസിച്ച് സന്തോഷം കണ്ടെത്തട്ടെ. എങ്കിലും സത്യത്തെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ ഏറെ സ്നേഹത്തോടെ പറയുന്നു, ഇതൊക്കെയും നുണപ്രചരണങ്ങളാണ്. എന്താണ് ജ്ഞാനായ മിഷൻ എന്നുള്ളത് ഇതിനു മുമ്പുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കിയതാണ്. ഒന്നും തന്നെ ഞാൻ മറച്ചു വയ്ക്കുകയോ ഒന്നും മാറ്റി പറയുകയോ ഇല്ലാത്തത് പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരോട് ജ്ഞാനായ മിഷൻ എന്നുള്ളത് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായാൽ ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് അയക്കപ്പെട്ട ഒരു പുരോഹിതൻ എന്ന നിലയിൽ, കോട്ടയം അതിരൂപതയിലെ ഒരു വൈദികൻ എന്ന നിലയിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള എല്ലാ ജ്ഞാനായ മക്കളും ഈ മിഷനിൽ അണിചേരണമെന്നത് ആണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ആ ഒരു ദിനം സംജാതമാകുന്നതിനാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ആത്മാർത്ഥതയോടെ നിങ്ങളെ ഈ മിഷനിലേക്ക്, ഈ വിശ്വാസ പരിശീലനത്തിലേക്ക് ഏറെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളെ ക്ഷണിക്കുന്നു.